നിങ്ങൾക്ക് എന്നെ ഏത് നേരം ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നോളാം അല്ലേ? രാജി, ഇത് നിന്നെ കുറ്റം പറഞ്ഞതല്ല, പിന്നെ ഞാൻ നാടൻ പാട്ടിന്റെ റിഹേഴ്സൽ നടത്തിയതാണ്. അയ്യടാ, ഒരു മുണ്ട് ചുബായിട്ട് അരയിലും കെട്ടി നാടൻ പാട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. എന്തിനു കൊള്ളാം. നീ എന്തിനാണ് എന്റെ നാടൻ പാട്ടിനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണത്? നിങ്ങൾക്ക് ഇങ്ങനെ താള കളിച്ച് നടന്നാൽ മതിയല്ലോ. ഈ കുടുംബത്തിന് വേണ്ടിട്ട് ഞാൻ ഓടി ഓടി തളർന്നു. രാജിമോളെ, എന്താ ഇവിടെ നോക്കിയേ. ആ പറഞ്ഞ പോലെ അവളവിടെ പോയടി. ആ പൊട്ടന്തയ്യൻ തുള്ളി വരുന്നത് പോലെ ദേ വരുന്നു നിങ്ങളുടെ മാള്. കുമ്മാട്ടി അച്ഛന്റെ കുമ്മാട്ടി എവിടെ പോയതാ? ട്യൂഷൻ പഠിക്കാൻ പോയതാ. പരീക്ഷയല്ലേ അച്ഛാ? ട്യൂഷൻ പഠിക്കാൻ പോയാലും റേഷൻ പഠിക്കാൻ പോയാലും ഓളി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ. ഒറ്റയ്ക്ക് പോയാ എന്താ അച്ഛാ? എന്താന്നോ മോളെ, നിനക്കിന്ന് എന്ത് പരീക്ഷയായിരുന്നു? കണക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? കണക്കാ. ഓഹോ, അപ്പൊ നാളെയോ? ഹോളിഡേ അച്ഛാ. എന്ന വായി പൊളിച്ച് നിൽക്കാതെ ഹോളിഡേയുടെ പുസ്തകം എടുത്തു വെച്ച് വായിച്ച് പഠിക്കണേ. എപ്പോ നോക്കിയാലും പഠിക്ക് പഠിക്ക് പഠിക്ക്. എന്തിനാ എന്തെങ്കിലും പഠിപ്പിക്കുന്നേ? എന്നെ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് വിട്ടൂടെ അമ്മേ? മോളെ, അത് അമ്മേ, എന്നെ ആരും കല്യാണം കഴിക്കാൻ വരാത്തത് എന്താ അമ്മേ? അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നത്. രാജി, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുന്നംകുളം തങ്ങാടിയിലുള്ള എന്റെ ഒരു ചാലക്കുടിക്കാരൻ ചങ്ങാതിയോട് നമ്മുടെ പോക്കൊരു കല്യാണക്കാരൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പെറ്റ മണ്ടേ. അവര് വിളിക്കണം. ഹലോ, നിങ്ങളെവിടെ എത്തി? പണിയേറ്റി പോയാ? അതെ അതെ അതെ, ആദ്യത്തെ റോഡാണ്. റോഡിന്റെ അരികാണ്. വീടിന്റെ അരികാണോ? ശിവകൊന്ന നേരെ പോലെ. ഇപ്പൊ ചെക്കനും ചെക്കന്റെ അളിയനും കൂടി എന്ന് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാ. ചെക്കടേ, ഈ താരക്കാരനൊന്നും അല്ല. അതാ മണിയുടെ നാടൻ പാട്ടുകൾ അതുപോലെ തന്നെ വേദിയിൽ പാടുന്ന അടിപൊളി പാട്ടുകാരനാ കളിക്കലക്കൂട്ടം വേലായുധൻ. അയ്യോ ചെക്കൻ, ഞാൻ പൊക്കോട്ടെ. ചെക്കൻ വരട്ടെ മോളെ, എന്നിട്ട് അകത്തോട്ട് പോവാം. അകത്തോട്ട് പോകാനല്ല, പിന്നെ ചെക്കൻ്റെ കൂടെ പൊക്കോട്ടെ. ഓ, മനുഷ്യനെ മാനം കെടുത്താൻ കേറി പോടിയാക്കി. നിങ്ങൾ കേറി പോരിങ്ങാട്. രാവിലെ വരാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ ഇത്ര വൈകിയത്? ഓ, അതോ ഒന്നും പറയണ്ട. അറിയട്ടെങ്കിൽ പാട്. പാടാനോ? 1 2 3 4.
മെഡിക്കൽ കോളേജിലാ. നാടൻ പാട്ട് പാടി പാടി തൊണ്ട പൊട്ടിയപ്പോ അത് ശരിയാക്കാൻ കാശില്ലാഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഏറ്റെടുത്ത കാര്യമാണ് അളിയൻ പറഞ്ഞത്. ഡോക്ടർ ഏറ്റെടുത്തെന്ന്. അല്ല, ഇതല്ലാതെ ചെക്കന് വേറെന്താ പണി? പണിയോ? ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വന്നവനാ. പറഞ്ഞു കൊടുക്കണ. അതൊക്കെ നിർത്തി. ഇലക്ട്രിസിറ്റി ബോർഡിലല്ലേ ജോലി? ആണോ? ഏത് പോസ്റ്റില്? കംപ്ലൈന്റ് ഉള്ള എല്ലാ പോസ്റ്റിലും കയറണം, അല്ലെങ്കിൽ പണി പോകും. പോസ്റ്റിൽ കയറണൊക്കെ കൊള്ളാം. എനിക്ക് എന്റെ മോനോട് ഒന്നേ പറയാനുള്ളൂ. എന്നാ വെച്ചാ ഇതാണോ പെണ്ണ്? എന്ത് കാണാൻ നിൽക്കുവാടി? കേറി പോടിയകത്ത്. എന്ത് പറ്റി പെണ്ണിന്റെ അച്ഛാ? എന്താന്നോ? ഇവിടെ ഇങ്ങനെ പാടിക്കൊണ്ട് നിന്നാ മതിയോ? പെണ്ണിനെ വിളിക്കുന്നേ എനിക്ക് കാണാൻ കൊതിയായി. മോളെ കുമ്മാട്ടി, നാണിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാ. അടിയോ അടിപൊളി, ഇത് ഞാൻ കലക്കും. മോക്ക് ചെക്കനെ ഇഷ്ടമായോ? പക്ഷെ അമ്മ ചെറുക്കിന് കളറ് പോരാ. ഈ ചെക്കനെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ? അതെങ്ങനെയാ മോളെ? നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടി ശല്യം ചെയ്യാതെ ഇങ്ങോട്ട് വാ. അവർക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും പറയാൻ കാണും. കുമ്മാട്ടി, എന്തോ? കുമ്മാട്ടിക്ക് എന്നെ ഇഷ്ടായോ? ചേട്ടനോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. പക്ഷേ നമ്മുടെ കല്യാണം നടക്കില്ല ചേട്ടാ. അയ്യോ, അതെന്നാ? അവിടെ ഇറക്കാൻ നിന്നേക്കാളും 2 വയസ്സ് മൂത്തതാണ്. മൂത്തതോ? അത് സാരിയില്ല കുമ്മാട്ടി ചേച്ചി, ഞാനേ 3 വർഷം വെയിറ്റ് ചെയ്തോളാം. അപ്പൊ ഞാൻ ചേച്ചിയെക്കാളും 1 വയസ്സിന് മൂക്കാലോ. എന്നിട്ട് കല്യാണം കഴിക്കാം. എന്റെ കല്യാണത്തിലോ? അപ്പൊ ഞാൻ പിന്നെ മൂക്കൂലേ? ആ പിന്നെ മൂക്കൂ. എന്റെ കുമ്മാട്ടി ചേച്ചി, അല്ലെങ്കിൽ നമ്മളെക്കാളും മൂത്ത പെണ്ണിനെ കെട്ടുന്നതാ എപ്പോഴും നല്ലത്. അതെന്താ? അതാകുമ്പോ ഭാര്യയുടെ കൈ കൊണ്ട് 2 കീറി കിട്ടിയാലും പ്രായത്തിന് മൂത്തതാണല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കാലോ. എന്റെ കുമ്മാട്ടി. കുമ്മാട്ടി, എനിക്കൊരു ആഗ്രഹമുണ്ട്, പറയട്ടെ? എന്താ ചേക്കാ? അതെ, കല്യാണത്തിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോ? എന്താ പറഞ്ഞത്? കല്യാണത്തിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോ എന്ന്. അയ്യോ അച്ഛാ, ചെക്കൻ ആവത്തുന്നേ. ഈ ചെക്കൻ പറയാണ് കല്യാണത്തിന് മുമ്പ് ഈ ചെക്കന്റെ കൂടെ ടൂറ് പോകാമെന്ന്. നീ അങ്ങനെ പറഞ്ഞോടാ? അതിനെന്താ? എന്തായാലും എന്റെ അളിയൻ തന്നെ കെട്ടാൻ പോണ പെണ്ണല്ലേ, പിന്നെ എന്താ കുഴപ്പം? ഹേയ്, കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ ഇനി ആരുടെയും കൂടി ടൂർ പോയി നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കെട്ടിച്ചു വിടാൻ നോക്കണത്. എനിക്ക് വേണ്ട ഈ പെണ്ണെ, എനിക്ക് വേണ്ട. ഞാനൊന്നും കണ്ടൂല. ആഹാ, എന്റെ മോളെ വഴുതെറ്റിക്കാൻ നോക്കിയ നീ ഇപ്പൊ തന്നെ അവളെ കെട്ടണം. കേട്ടാ? നിന്നോടാ പറഞ്ഞ കെട്ടാൻ. അളിയാ, ഈ കോഞ്ഞാട്ട പെണ്ണിനെ ഞാൻ കെട്ടണമെന്ന്. കെട്ടിക്കോളിയാ. അല്ലേലും ചീഞ്ഞ ഒരാളൊക്കെ എപ്പോഴും വാട്ടമാങ്ങ തന്നെയാണ് ബെസ്റ്റ്. കൈകൊട്ട്